എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ മമ്മി, ഡൊമിനിക്, രേഖാചിത്രം, പെരുമാനി, തങ്കമണി തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഡാക്കു മഹാരാജ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്കു സിനിമയാണ്. ബാലയ്യാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT റിലീസ് ഇന്ന് രാത്രിയാണ്. ഇന്ന് 12 മണിക്ക് നെറ്റ്ഫ്ലിക്സിൽ ഡാക്കു മഹാരാജയുടെ റിലീസുണ്ട്. മലയാളം വെർഷനും ഇന്ന് അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് പൈങ്കിളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി റൊമാൻറ്റിക്കൽ മൂവിയാണ്. സജിൻ ഗോപു അനശ്വരയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് പൈങ്കിളിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഫെബ്രുവരി 14 സിനിമ റിലീസായത്. ഇപ്പോഴത്തെ പൈങ്കിളി സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് ഒരു മാസത്തിനുള്ളിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കപ്പ്. മാത്യു തോമസ്, നമിത പ്രമോദ്, ബേസിൽ, അനിക തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു സ്പോർട്സ് മൂവിയാണ്. ഇപ്പോഴത്തെ കപ്പ് സിനിമയുടെ OTT സൈന പ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് കുറേയായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഫെബ്രുവരി 27 മുന്നേ കപ്പ് സിനിമ സൈന പ്ലേയിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് വാതിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. വിനയ് ഫോർട്ടാണ് സിനിമയിലെ നായകൻ. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് വാതിൽ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. മനോരമ മാക്സ് ആണ് വാതിൽ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും വാതിൽ സിനിമ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് തങ്കമണി. ഇതൊരു റിയൽ സ്റ്റോറിയാണ് പറഞ്ഞു പോകുന്നത്. ദിലീപാണ് സിനിമയിലെ നായകൻ. നിത പിള്ളയാണ് നായിക. കേരളത്തിലെ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് സിനിമ വന്നത്. ഇപ്പോഴത്തെ തങ്കമണി സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് ഒരുപാട് വർഷമായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഫെബ്രുവരി 28 ആമസോൺ പ്രൈമിൽ തങ്കമണി OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബിഗ് ബൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ബിഗ് ബൻ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അനുമോഹൻ, അതിഥി രവി, മിയ, വിനയ് ഫോർട്ട്, വിജയ് ബാബു ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 25 ആമസോൺ പ്രൈമിൽ ബിഗ് ബൻ എന്ന സിനിമ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച ഒരു സിനിമയായിരുന്നു പെരുമാനി. ലുക്മാനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ വിനയ് ഫോർട്ട്, സണ്ണി വെയിനും സിനിമയിലുണ്ട്. ഇതൊരു കോമഡി മൂവിയാണ്. സിനിമ ഇറങ്ങി ഒരുപാട് വർഷമായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ പെരുമാനി സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. അടുത്ത വീക്കിലായിരിക്കും സിനിമയുടെ റിലീസ് എന്നാണ് റിപ്പോർട്ട്. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച ഒരു സിനിമയായിരുന്നു ED. നല്ല അഭിപ്രായമാണ് പ്രേക്ഷകർ സിനിമയ്ക്ക് കൊടുത്തത്. സുരാജ് വെഞ്ഞാറമൂടാണ് സിനിമയിലെ നായകൻ. ഒരു കോമഡി ഫാമിലി മൂവിയാണ് ED. ഈ സിനിമയുടെ OTT നേരത്തെ തന്നെ ആമസോൺ പ്രൈം വാങ്ങിയതാണ്. ഫെബ്രുവരി മാസത്തിൽ സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഫെബ്രുവരി 24 ED സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരും കാത്തിരുന്ന് മടുത്ത സിനിമയാണ് ഹണ്ട്. കാരണം നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഭാവനയാണ് സിനിമയിലെ നായിക. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴത്തെ ഒടുവിൽ ആമസോൺ പ്രൈം ഹണ്ട് സിനിമ റിലീസാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി ലാസ്റ്റ് വീക്കിലായിരിക്കും ഹണ്ട് സിനിമ ആമസോൺ പ്രൈമിൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച മികച്ചൊരു സിനിമയായിരുന്നു ഹലോ മമ്മി. അത്യാവശ്യം കോമഡിയും ഹൊററും സിനിമയിലുണ്ട്. ബിന്ദു പണിക്കർ, ഐശ്വര്യലക്ഷ്മി, ഷറഫുദ്ദീൻ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഹലോ മമ്മി സിനിമയുടെ OTT സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഈ വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഹലോ മമ്മി റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ഡൊമിനിക്കിന് ലഭിച്ചത്. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. അതുപോലെ ഗോകുൽ സുരേഷും അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഡൊമിനിക്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. സിനിമ റിലീസായി ഒരു മാസത്തിനുള്ളിലായിരിക്കും ഡൊമിനിക് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റായിരുന്നു രേഖാചിത്രം. അനശ്വര രാജൻ, ആസിഫിലാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT സോണി ലീവ് വാങ്ങിച്ചിട്ടുണ്ട്. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി അവർ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. മാർച്ച് 7 സോണി ലീവിൽ രേഖാചിത്രം എന്ന സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അപ്പോൾ ഇത് നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.